ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള വോയിസസ് ജനറേറ്റ് ചെയ്യാം. നമ്മൾക്ക് ഒരു ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വോയിസ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടൂളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 11labs.io എന്നാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ്, നമ്മുടെ കയ്യിൽ ഒരു ടെസ്റ്റ് ഫയൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ AI ഉപയോഗിച്ചുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് മലയാളത്തിലും ജനറേറ്റ് ചെയ്യാം, ഇംഗ്ലീഷിലും പല ലാംഗ്വേജിലും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന 11labs.io എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു Gmail ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ സൈൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് സൈൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഈ Gmail ലോഗിൻ ആണെങ്കിൽ അത് കാണിക്കും. അത് നിങ്ങൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ലോഗിൻ ആവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഹോം സ്ക്രീനാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ഏത് തീം വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ലൈറ്റ് സെലക്ട് ചെയ്യാണ്. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴേ നമ്മുടെ പേര് ചോദിക്കും. പേര് കൊടുക്കുക. ഇതൊക്കെ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു നെക്സ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് പല ഓപ്ഷൻസ് ഇതാ ഇങ്ങനെ കാണിക്കും. നമുക്കപ്പോൾ ഇതിൽ നിന്ന് വേണ്ടത് നമ്മളിത് എവിടെ നിന്നാണ്, അതായത് നമ്മൾ എവിടെ നിന്നാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇതൊക്കെ വെറുതെ ഏത് യൂസിന് വേണ്ടി നമ്മൾ പേഴ്സണൽ യൂസ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സണൽ യൂസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ സ്റ്റഡിയിങ് ആണെങ്കിൽ സ്റ്റഡിയിങ് കൊടുക്കുക. എന്തെങ്കിലും കൊടുത്താൽ മതി, അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഏതാണ് വേണ്ടത്, ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത് ടെസ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമ്മുടെ ഒരു ടെസ്റ്റ് ഫയൽ ഉണ്ടാവും, അതിനെ നമ്മൾ സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്, അതിനൊരു വോയിസ് ആക്കിയിട്ട് നമുക്കത് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വീഡിയോയ്ക്കകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ടൊരു വോയിസ് വേണം. അപ്പോൾ അത് നേരത്തേക്ക് നമ്മൾ വേറെ പല ടൂളിലും റിയലിസ്റ്റിക് അല്ല, ഇതിൻ്റെ അകത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള വോയിസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് വീണ്ടും കൊടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ ടെസ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ടുന്ന ഒരു ടെസ്റ്റ് കൊടുക്കാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് കൊടുക്കാം. മലയാളത്തിൽ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ നിങ്ങൾ അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറേറ്റ് ചെയ്തിട്ട് അപ്പോൾ മലയാളത്തിൽ നമുക്ക് എങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങളിൽ ഓൾറെഡി ഒരു ടെസ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ manglish.app എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ അതിൽ ലോഗിൻ ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് മലയാളത്തിൽ ഇവിടെ തന്നെ കാണിച്ചു തരും. നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മാത്രം മതി. എക്സാമ്പിൾ ഇപ്പോൾ തന്നെ ഇവിടെ നമുക്ക് പഴയതും പുതിയതുമായ എന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടോ, പഴയതും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്യാം. ഞാനിത് സെലക്ട് ചെയ്യുന്നു. പുതിയതും ആയ. ഇത് നമുക്ക് ഇത്ര ഓപ്ഷൻ, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിത് ശരിയെന്ന് തോന്നുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് manglish.app എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡോക്യുമെന്റ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെ അത് ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇത് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. കേട്ടോ, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ വോയിസ് ഇവിടെ കാണിക്കും. കുറേ വോയിസുകൾ, ഡീഫോൾട്ട് ആയിട്ടുള്ള വോയിസുകൾ ഇവിടെ കാണിക്കും. നമുക്ക് AI ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തന്നെ ഇവിടെ ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ നമുക്കിപ്പോൾ കിടക്കുന്ന റേച്ചൽ എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന വെച്ചൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ജനറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. പുതിയതും പഴയതുമായ വീട്, ഓഫീസ്, ഇത് ജനറേറ്റ് ചെയ്യുന്നത് വാണിജ്യ സ്ഥാപനം തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ടുവിട്ട് കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കേൾക്കാണത്. പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഓപ്ഷനിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വോയിസ് 1 വോയിസ് 2. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും.
ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് കഴിഞ്ഞിട്ട് തുടങ്ങിയ കെട്ടിടങ്ങളുടെ പ്ലംബിംഗ്, പെയിന്റിംഗ്, വയറിംഗ്, വാട്ടർ ഫിൽട്രേഷൻ തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ് വർക്കുകളും പരിചയ സമ്പന്നരായ ടെക്നീഷ്യന്മാർ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. ഇതിപ്പോ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 2 പുതിയതും പഴയതുമായ വീട്, ഓഫീസ്, വാണിജ്യ സ്ഥാപനം തുടങ്ങിയ കെട്ടിടങ്ങളുടെ പ്ലംബിംഗ്, പെയിന്റിംഗ്, വയറിംഗ്, വാട്ടർ ഫിൽട്രേഷൻ തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ്. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. ഇതിപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഡൗൺലോഡ് ആവും. കണ്ടോ, ഡൗൺലോഡായി. അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. പുതിയതും പഴയതുമായ വീട്, ഓഫീസ്. ഡൗൺലോഡ് ചെയ്താണ്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു വോയിസ് ആണ് വേണ്ടത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നമുക്ക് എഐക്ക് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് അത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എന്താ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വോയിസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് നമ്മുടേതായ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ വോയിസ് ഡിസൈൻ എന്ന് പറഞ്ഞുള്ള ന്യൂ ഇത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ഇവർ കൊടുത്തേക്കുന്ന ഒരു സാമ്പിൾ പ്രോംപ്റ്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ChatGPT ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ഓൾഡ് ബ്രിട്ടീഷ് മെയിൽ എന്നുള്ളത് മാറ്റിയിട്ട് ആൻഡ് യങ് ഇന്ത്യൻ വുമൺ എന്ന് കൊടുക്കാം. അതിനുശേഷം ജനറേറ്റ് വോയിസ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മളെ ഒരു കസ്റ്റമായിട്ടൊരു വോയിസ് നമുക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് അതിൻ്റെ അകത്തുള്ള ഒരു വോയിസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യണം. ഇപ്പൊ ജനറേറ്റ് ആയിട്ട് സെലക്ട് വോയിസ് കൊടുക്കുക. സെലക്ട് വോയിസ് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു പേര് കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സെലക്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു പേരാണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ വുമൺ എന്ന് കൊടുക്കാം. ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. മലയാളം. അതിനുശേഷം സേവ് വോയിസ് കൊടുക്കാം. ഇപ്പം നമുക്ക് ആ വോയിസിൻ്റെ സൈഡ് കാണിച്ചെടുത്ത് ഇത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, ഇപ്പം ഈ വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ വോയിസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ജനറേറ്റ് ഒന്നുകൂടെ കൊടുക്കണം. അപ്പോൾ ഈ വോയിസ് വെച്ച് ഒന്നുകൂടെ ഇത് ജനറേറ്റ് ചെയ്യും. ജനറേറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പം അത് ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത നമ്മളിപ്പം പ്രോംപ്റ്റ് ഉപയോഗിച്ച് AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത വോയിസിലാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അതൊരു 2 ഓപ്ഷനിൽ ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീട്, ഓഫീസ്, വാണിജ്യ സ്ഥാപനം തുടങ്ങിയ കെട്ടിടങ്ങളുടെ പ്ലംബിംഗ്, പെയിന്റിംഗ്, വയറിംഗ്, വാട്ടർ ഫിൽട്രേഷൻ തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ് വർക്കുകളും പരിചയസമ്പന്നരായ. ഇത് ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 2 നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിൽ ഇഷ്ടമുള്ള നമുക്ക് സെലക്ട്. പുതിയതും പഴയതുമായ വീട്, ഓഫീസ്, വാണിജ്യ സ്ഥാപനം തുടങ്ങിയ കെട്ടിടങ്ങളുടെ പ്ലംബിംഗ്, പെയിന്റിംഗ്, വയറിംഗ്. അപ്പോൾ ഇത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അന്നേരം അതിന് ഡൗൺലോഡ് ആവും. ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ 2 എണ്ണം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് നേരത്തെ ജനറേറ്റ് ചെയ്ത് ഇതിപ്പോൾ ജനറേറ്റ് ചെയ്തത്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പുതിയതും പഴയതുമായ വീട്. ഇപ്പോൾ നമുക്ക് അതും ഡൗൺലോഡ് ആയിട്ടുണ്ട്. നേരത്തെയും ഡൗൺലോഡ് ആയിട്ടുണ്ട്. നേരത്തെയാണിത്. പുതിയതും പഴയതുമായ വീട്. അപ്പോൾ ഇത് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ്സിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പോഡ്കാസ്റ്റായിട്ടും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനും ഒക്കെ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള വോയിസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച്.